എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ഈ ഒരു ആഴ്ച വരുന്ന ആ ഒരു കഥയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ ഉണ്ണിമോളോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഗിരിദേവൻ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഉണ്ണിമോളാണെങ്കിലോ തനിക്ക് തന്റെ മുത്തശ്ശിയെ കാണണമെന്നുള്ള കാര്യമൊക്കെ ഗിരിദേവനോട് പറഞ്ഞിട്ടും ഗിരിദേവൻ പറയുകയാണ്, ഉണ്ണിമോളെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ണിമോൾക്ക് നേരെ തിരിയും, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഉണ്ണിമോള് കാത്തിരിക്കാൻ പറയുകയാണ്. അങ്ങനെ ഉണ്ണിമോള് പോയി കിടക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഭഗവാൻ ആ ഒരു ധ്യാനത്തിൽ ഇരിക്കുക. അപ്പൊ ഇരിക്കുന്ന ആ ഒരു സമയം എന്താണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോ തന്നെ നമ്മുടെ ഉണ്ണിമോളാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ധൃതി വെക്കുമ്പോഴത്തേക്കിനും ഗിരിദേവൻ പറയുന്നുണ്ട്, ഉണ്ണിമോളെ ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഉണ്ണിമോള് വീട്ടിലേക്ക് പോയാൽ മതി, എനിക്ക് അതിനു മുന്നേ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പം ഗിരിദേവന്റെ കൈവശമാണ് ആ ഒരു വൈഡൂര്യനാഗം ഉള്ളത്. ഗിരിദേവൻ ആ ഒരു വൈഡൂര്യനാഗവുമായി പോകുന്നത് നമ്മുടെ അനുപമയുടെ വീട്ടിലേക്കാണ്. അനുപമയാണെങ്കിൽ ആ സമയത്ത് ദൂരയാത്രയ്ക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ മിനി അങ്ങോട്ട് വരുന്നുണ്ട്. മിനിയും ആതിരമോളും ഒക്കെ ഉണ്ട്. അങ്ങനെ മിനിയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് ചേച്ചി, അതുകൊണ്ട് ജയേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ ആ ഒരു വൈഡൂര്യനാഗം വരെ മോഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. വൈഡൂര്യനാഗം കട്ടെടുത്തത് കൊണ്ട് തന്നെ കള്ളി എന്നുള്ള പേര് എന്തായാലും അമ്മ എനിക്ക് ചാർത്തി തരും. പക്ഷെ ഇതൊന്നും കൊണ്ടും രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ലല്ലോ. അത് നമ്മുടെ കൈമറിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ്, ഇപ്പം നിലവിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാ ഉള്ളത്. അതുകൊണ്ട് രാജീവേട്ടന് ചെറിയൊരു ജോലിയൊക്കെ ശരിയായത് കൊണ്ട് ഞാൻ രാജീവേട്ടനോടൊപ്പം പോവാണ് എന്നുള്ള കാര്യം പറയുക. അപ്പം അനുപമ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ മിനി ആണെങ്കിൽ അനുപമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാനാടി, ഒരു മാർഗം ഭഗവാനായിട്ട് കാണിച്ചു തന്നു, പക്ഷേ അത് അനുഭവിക്കാനുള്ള ആ ഒരു യോഗം നമുക്ക് രണ്ടാൾക്കും ഇല്ലാതെയായി പോയല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ കോടീശ്വരികളാവേണ്ടതാണ്. അതേ ചേച്ചി, ഇനിയിപ്പോ എന്നാ പറയാനാന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ഗിരിദേവൻ വരുമ്പോഴോ അദൃശ്യനായിട്ടാണ് ഭഗവാൻ അവിടെ അവതരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു വൈഡൂര്യനാഗം മിനി പെട്ടിയൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ സഹായിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ ആ കൂടെ തന്നെ നമ്മുടെ അനുപമയുടെ ആ ഒരു പെട്ടിക്കുള്ളിലേക്ക് ഈ വൈഡൂര്യനാഗത്തെ എടുത്തു വെക്കുകയാണ് ഗിരിദേവൻ. കുട്ടികളാണെങ്കിൽ അപ്പുറത്ത് മാറി കളിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെതാ സംഭവങ്ങളൊന്നും അറിയാതെ പെട്ടിയൊക്കെ പൂട്ടി രണ്ടാളും കൂടി ആ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിനി പറയുന്നുണ്ട്, ചേട്ടനും ഞാനും കൂടി തറവാട്ട് വീട്ടിലേക്ക് പോവാണ്. അമ്മയെ കണ്ട അമ്മയ്ക്ക് കുറച്ച് കൈനീട്ടമൊക്കെ കൊടുക്കണമല്ലോ. പിന്നെ അതുമല്ല, വിനോദിന്റെയും അനസൂയയുടെയും വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്കും ഇങ്ങനെ കൈനീട്ടം ഒന്നും കൊണ്ട് പോയിട്ടില്ലല്ലോ. അവരുടെ ഈ ആദ്യത്തെ വിഷുവാണ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറിയിട്ടേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് അനുപമ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പൊ ഭഗവാന്റെ ഉള്ളിലെ ആ ഒരു പ്ലാനിങ് നമുക്ക് ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവര് യാത്ര തുടരുന്ന ആ ഒരു സമയത്താണെങ്കിൽ പോകുന്ന വഴിയെ തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ടാകുകയും അനുപമയുടെ പെട്ടിയിൽ നിന്നും വൈഡൂര്യനാഗത്തെ കണ്ടെടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ പ്രതിയായി നിൽക്കുകയാണ് നമ്മുടെ അനുപമയ്ക്കാണെങ്കിൽ വലിയ സങ്കടമൊക്കെ ആയി. സാർ ഇത് എന്തിനാണ്, എന്റെ പെട്ടി എന്തിനാണ് പരിശോധിച്ചത്? നിന്റെ പെട്ടി പരിശോധിച്ചത് കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു മുതല് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. അതുകൊണ്ട് മോള് നേരെ അങ്ങ് സ്റ്റേഷനിലേക്ക് പോരെന്നും പറഞ്ഞ് 2-3 വനിതാ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അനുപമയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതും കാര്യങ്ങൾ തിരക്കുകയാണ് SI. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ ഒരു മുതല് നഷ്ടപ്പെട്ടത് അത് നിന്നോടും നിന്റെ കുടുംബക്കാരോടും ഒക്കെ ആയിട്ട് ഞങ്ങൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ നീ എന്താ ചെയ്തത്? ഈ ഒരു സാധനവും കൊണ്ട് ഇവിടുന്ന് കടന്നു കളയാന്നാണോ വിചാരിച്ചത്? അതും കേരള പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടന്നത് തന്നെ. അപ്പം എന്തായാലും നിനക്ക് മാത്രമാണോ ഈ ഒരു പരിപാടിയിൽ പങ്കുള്ളത്, അതോ നിനക്ക് കൂട്ടായിട്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ താൻ എന്തായാലും താൻ കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ പെടുത്തുക എന്നുള്ളതാണല്ലോ അനുപമയുടെ ഇപ്പോഴത്തെ ആ ഒരു രീതി. അതുകൊണ്ട് തന്നെ അനുപമ പറയുന്നുണ്ട്, സാറേ എന്നെ ഒരുപാടൊന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ സത്യം പറഞ്ഞോളാം. എന്നോടൊപ്പം എന്റെ ചേച്ചിയും ചേട്ടനും ഉണ്ടെന്നുള്ള ആ ഒരു സത്യം പറയാണ്. അപ്പം ചേച്ചിയും ചേട്ടനും ജയനും മിനിയാണ് എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചതും പോലീസ് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ നീ നിന്റെ ഫോൺ എടുത്ത് അവരെ വിളിക്കാൻ പറയാണ്. അപ്പൊ ഫോൺ എടുത്ത് വിളിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ
പോലീസുകാരന്റെ നിർദ്ദേശപ്രകാരം ഫോൺ എടുത്ത് അനുപമയാണെങ്കിൽ ഇതാ മിനിയെയും ജയനെയും ഒക്കെ വിളിക്കുകയാണ്. വിളിക്കുമ്പോഴത്തേക്കിനും ഞങ്ങളിതാ ഇവിടെ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് വിനോദിന്റെ വീട്ടിലുണ്ടെന്ന് പറയാണ്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് ഇവള് കോള് കട്ട് ചെയ്യാണ്. അപ്പൊ കൂട്ടുപ്രതികളെ കണ്ടെത്തിയ ആ ഒരു പോലീസുകാരാണെങ്കിലോ അവരെ അറസ്റ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം അനുപമയെ കൂടി കൂട്ടുന്ന ആ ഒരു സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഉണ്ണിമോള് തിരികെ ഉണ്ണിമോളുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പൊ ഉണ്ണിമോള് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ വിനോദും അതുപോലെ തന്നെ അമ്മയും അനസൂയയും ഒക്കെ വീട്ടിലുണ്ട് കേട്ടോ. അവരോട് പറയുന്നുണ്ട്, ദാ ഞാൻ തിരികെ വന്നു, എന്റെ കാലിന്റെ വയ്യാകിയൊക്കെ മാറി വെച്ചാ എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഉണ്ണിമോളെ കണ്ടതും വിനോദിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അന്ന് ഒരു ദിവസം ഉണ്ണിമോൾക്ക് പരിക്ക് പറ്റി കിടന്ന ദിവസം ഉണ്ണിമോളെ വെറുതെ ഒന്ന് കണ്ടു പോരുകയല്ലേ ചെയ്തുള്ളൂ, കൊച്ചിനോട് സംസാരിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിനോദിന് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിനോദ് സംസാരിക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോള് പറയുന്നുണ്ട്, അച്ഛാ ഒരിക്കലും ടെൻഷനൊന്നും ആവണ്ട, ദാ എന്നെ രക്ഷിച്ചത് ഈ ഗിരിദേവൻ തന്നെയാണ്. ഗിരിദേവൻ ഇല്ലായിരുന്നെങ്കിൽ താരമോൾക്ക് ശബരിമലയിലും പോകാൻ പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയാണ്. എന്തായാലും മക്കളെല്ലാരും കയറി വാന്നും പറഞ്ഞ് ഗിരിദേവനെയും വാവയെയും ഉണ്ണിമോളെയും വിനോദ് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം ഇവരിങ്ങനെ അകത്തോട്ട് കയറാൻ തുടങ്ങുന്ന ആ ഒരു സമയം പോലീസുകാരുടെ സ്പെഷ്യൽ ഒരു എസ്കോട്ടോട് കൂടി തന്നെയാണ് അനുപമ ആ ഒരു വീട്ടിലെത്തുന്നത്. അപ്പോഴത്തേക്കിനും വിനോദാണെങ്കിൽ ഇതെന്താ, ഇത് അനുപമ ചേച്ചിയല്ലേ ഈ ജീപ്പിലുള്ളത്, ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഗിരിദേവൻ വാവയെ നോക്കി ഒരു ചിരിയങ്ങ് ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ അറിയാലോ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അകത്തോട്ട് വരുമ്പോഴത്തേക്കിനും പോലീസുകാരൻ കാര്യങ്ങൾ പറയാണ്. അല്ല, ഇവിടെ മിനിയും ജയനും ഒക്കെ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പം ഉണ്ട്, അവരമ്മയുടെ റൂമിലുണ്ടെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജയനെയും മിനിയെയും കൈയോടെ തൂക്കി പോലീസ് മുറ്റത്തിടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ വീട്ടിലെ മുതൽ അപഹരിച്ചത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ വലിയ ചോദ്യമൊന്നും ചെയ്യുന്നില്ല, പോരുമല്ലേ എന്ന് ചോദിക്കുകയാണ്. മറ്റു മാർഗങ്ങളൊന്നുമില്ല. നോക്കുമ്പോഴതാ അനുപമയാണെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇനി വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെയും കൂടി പോലീസ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ സത്യം അറിയുന്ന നമ്മുടെ അനസൂയാണെങ്കിൽ സാറേ ഒരേ ഒരു മിനിറ്റ് എനിക്കൊന്ന് തരാവോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു മിനിറ്റ് കൊണ്ട് അനുപമയെ വിളിച്ച് മാറ്റി നിർത്തി 2 എണ്ണം പറയുകയാണ് അനസൂയ. അപ്പം അനസൂയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അനുപമ വെളറി വെളുത്ത് നിൽക്കുകയാണ്. അതെ ചേച്ചി, ഈ ഒരു സാധനം നഷ്ടപ്പെട്ടത് അത് ഞാൻ എത്രമാത്രം സങ്കടം അനുഭവിച്ചു എന്നുള്ള കാര്യം ചേച്ചിക്ക് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് വരെ ഞാൻ വന്ന് ചോദിച്ചില്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടോ, ഞാൻ ആരെപ്പോയാണ് കാണേണ്ടിയിരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ കറക്കി ആ ഒരു യോഗിനി അമ്മയുടെ അടുത്ത് എത്തിച്ചു. അവരാണെങ്കിൽ ചെയ്തത് എന്താ, എന്റെ വിനോദേട്ടനെയും അമ്മയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ആ ഒരു കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്ക് മതിയായില്ല. ഇപ്പതാ ആ ഒരു മോഷണ കുറ്റം ഉണ്ണിമോളുടെ തലയിൽ വരെ വെച്ചു കൊടുക്കാനുള്ള പ്ലാനുകൾ നിങ്ങൾ നടത്തി. ഇത് ഈശ്വരൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലം പരദേവതകൾക്ക് വിളക്ക് വെച്ചവളാണ് ഈ ഞാനെന്നും പറഞ്ഞ് കാരണം നോക്കി അനുപമയ്ക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അപ്പൊ അനുപമയാണെങ്കിൽ ചൂളി നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യാനാണ്, അടി കൊണ്ടത് കൊണ്ടയച്ചാ മതി, അത് തന്നെ അവസ്ഥ. അങ്ങനെ അടിയൊക്കെ കൊള്ളുമ്പോഴത്തേക്കിനും വിനോദം വന്ന് പറയുന്നേ, അനുപമേ നീ ഇത്തരക്കാരിയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സ്വപ്നത്തിൽ പോലും അറിയത്തില്ലായിരുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴത്തേക്കിനും ഒരിക്കലെങ്കിലും നീ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും എന്റെ അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്നോട് പറയാതെ വിഷമിച്ച് നിന്നത്. നിന്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ചിട്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം വിനോദം പറയുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കള്ളിയായിട്ട് നമ്മുടെ അനുപമയെ അങ്ങ് എല്ലാരും കൂടി അങ്ങ് ഇരുത്തുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലും ഇനി മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള ലാസ്റ്റത്തെ ആ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ആ ഒരു ദുബായി പോക്ക്. പക്ഷെ അതും അവിടെ അവസാനിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോലീസുകാർ വിശദമായിട്ട് ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുന്ന സമയത്താണ് തങ്ങൾ ആ ഒരു സാധനം അടിച്ചു മാറ്റിയതും കൊണ്ടുപോയി കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പിന്നീട് അത് കാണാതെ പോയി എന്നുള്ള സത്യമൊക്കെ പറയുന്നത്. പക്ഷെ കാണാതെ പോയി എങ്കിലും ഇപ്പോൾ അത് തിരികെ ലഭിച്ചിരിക്കുന്നത് അനുപമയുടെ പെട്ടിയിൽ നിന്ന് തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ മിനിയെയും ജയനെയും അനുപമ അങ്ങ് തേച്ചു എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് ഉണ്ണിമോളിതാ വളരെ ഹാപ്പി ആയിട്ട് വിഷുസദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഗിരിദേവന്റെയും വാവയുടെയും ഒപ്പം കളിക്കാൻ പോവാണ്. കളിക്കാൻ പോകുന്നത് മറ്റെങ്ങോട്ടും അല്ല കേട്ടോ, ആ ഒരു ചന്തവും കൂട്ടുകാരും ഒക്കെ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ
അങ്ങോട്ടേക്ക് തന്നെയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ദാ ചന്തു ആണെങ്കിലോ, ഉണ്ണിമോളെ, നീ അന്ന് കളിച്ച് വലിയ കാര്യത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തല്ലോ, ഞാനേ ഇത്തവണ നിന്നെ ഒന്ന് ക്ഷണിക്കുക, നിനക്ക് കളിക്കാൻ കൂടുന്നോന്ന് ചോദിക്കുമ്പം അത് അന്നെന്ന് പറഞ്ഞാല് അന്ന് വൈഡൂര്യനാഗത്തിന് വേണ്ടിയല്ലേ ഞാൻ കളിച്ചത്, ഇപ്പം എനിക്ക് കളിക്കാനായിട്ട് ഒരു മൂടൊന്നും ഇല്ലാന്ന് പറയാണ്. ഉണ്ണിമോളെ, എന്തിനാ നീ മടിക്കുന്നത്? ഉണ്ണിമോള് ധൈര്യമായിട്ട് പോയിക്കോ എന്ന് നമ്മുടെ വാവ പറയാണ്. വാവ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിമോൾക്ക് അറിയാം ഉണ്ണിമോള് കളിയിൽ ജയിക്കുമെന്ന്. അങ്ങനെ ഉണ്ണിമോള് ബാറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഈ ചന്തു ആണെങ്കിലോ അന്ന് കളിയിൽ തോറ്റ ദേഷ്യം മുഴുവനും ഉണ്ണിമോളുടെ ദേഹത്ത് തീർക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ പന്തെറിഞ്ഞ് ഉണ്ണിമോളെ ഒരു വശക്കേടാക്കി. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അയ്യപ്പസ്വാമി പറയുന്നുണ്ട്, ഉണ്ണിമോളെ, ഇനി ഉണ്ണിമോള് കളിച്ചത് മതി. ചന്തു വലിയ ബാറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അങ്ങനെയാണെങ്കിൽ ചന്തു ഒന്ന് ബാറ്റ് ചെയ്യും, ഇവര് ബോൾ ചെയ്യും. കാർത്തി, നീ ബോൾ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, ഞാൻ തന്നെ ചെയ്തോളാന്നും പറഞ്ഞ് ചന്തുവിന് പന്തുകൾ എറിഞ്ഞു കൊടുക്കുകയാണ് കാർത്തി. അപ്പം എറിയുന്ന പന്തുകൾ മുഴുവനും ഉണ്ണിമോൾക്ക് എങ്ങനെയൊക്കെയാണോ കൊണ്ടത് അതുപോലെ തന്നെയാണ് ചന്തുവിന്റെ ദേഹത്തും കൊള്ളുന്നത്. ചന്തു ആണെങ്കിലും നിന്ന് കരയുന്ന അവസ്ഥയായിട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് ആ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ചന്തുവും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ആ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നത്. അപ്പൊ കല്യാണ പെണ്ണിന് ഉദ്ദേശിച്ച സ്ത്രീധനമൊന്നും കൊടുക്കാൻ അതിന്റെ അച്ഛനെ കൊണ്ട് സാധിച്ചില്ല. വിചാരിച്ച സമയത്ത് സ്ഥലക്കച്ചവടം നടക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ അവരാണെങ്കിലോ വളരെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ തന്റെ മകളെ വിളിച്ചിട്ട് പറയാണ്, മോളെ, കല്യാണത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ല, നമ്മളിപ്പോ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ്, ചെറുക്കനെ കണ്ട് നീ കാര്യങ്ങളെല്ലാം പറയുന്നു പറയാണ്. അങ്ങനെ പെണ്ണിതാ ചെറുക്കനെ കാണുകയാണ്. ചെറുക്കനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഒരു ആക്രാന്തം മൂത്തവനായത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം സമ്മതിക്കുന്നില്ല കേട്ടോ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പം ആ പൈസ കിട്ടാതെ ഒരു രക്ഷയില്ലടി, ഈ കല്യാണം നടക്കില്ല. ഇപ്പം എനിക്കും നിനക്കും ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് കാരണവന്മാര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേട്ട് വളരെ വിഷമിച്ചാണ് ആ ഒരു പെണ്ണ്. ശരിക്കും പറഞ്ഞാൽ അവൻ അവിടെ വെച്ച് കളയേണ്ടതാണ്. പക്ഷേ സ്നേഹമാണല്ലോ ഉണ്ണി. അപ്പം ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ ഇവൾക്കാണെങ്കിൽ അവനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ വന്ന് ഭഗവാന്റെ മുന്നിൽ, അയ്യപ്പസ്വാമിയുടെ മുന്നിൽ സങ്കടങ്ങളെല്ലാം പറയാണ് കേട്ടോ. അപ്പൊ പറയുമ്പം ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് മറ്റൊരു കുട്ടിയും കൂടി വന്നല്ലോ, വീണമോള്. വീണമോളുടെ അച്ഛനാണെങ്കിൽ മുഴുക്കുടിയനാണ്. വീണമോൾക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സങ്കടങ്ങളും ഭഗവാൻ തന്റെ കണ്ണിൽ കാണുകയാണ്. എന്തൊക്കെ വന്നാലും ആ ഒരു കുടുംബത്തെ അച്ഛനും അമ്മയും ഒക്കെ പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗിരിദേവൻ അവരെയും ഒരുമിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഭക്തയുടെ കല്യാണവും നടത്തി കൊടുക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഈ വരുന്ന ആഴ്ചയിലുള്ളത്. അപ്പം എല്ലാവരും കാണുക, മിസ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാര് എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ചേച്ചിമാർ ഓരോ കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഈ ഒരു എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക. അപ്പം ഓക്കെ, ബൈ.